ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ തൃണമൂൽ കോൺഗ്രസ് നേതാവ് PV അൻവർ സാഹിബ് മത്സരിക്കുന്ന ഫണ്ടിലേക്ക് ഈ വീടും 5 സെന്റ് സ്ഥലവും വിൽക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. പറയുന്നത് വീട് ഉടമസ്ഥനാണ്. കേരള രാഷ്ട്രീയം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പാണ്. LDFും UDFും തമ്മിലുള്ള മത്സരമാണെങ്കിൽ പോലും PV അൻവറും അവിടെ നിർണായകമായ ഒരു ഘടകമാണ്. PV അൻവറിൻ്റെ നിലപാടുകൾ, അദ്ദേഹത്തിൻ്റെ മത്സരിക്കാനുള്ള തീരുമാനങ്ങൾ എല്ലാം തന്നെ വലിയ തരത്തിൽ ചർച്ചയാകുന്ന ഒരു മണ്ഡലം കൂടിയാണ്. കഴിഞ്ഞ ദിവസമാണ് PV അൻവർ തൻ്റെ നിലപാട് വ്യക്തമാക്കി രംഗത്ത് വന്ന് ഒരു വാർത്താസമ്മേളനം നടത്തിയത്. അതിൽ തനിക്ക് മത്സരിക്കാൻ താല്പര്യമുണ്ടെന്നും പക്ഷേ തൻ്റെ കയ്യിൽ പണമില്ലെന്നും പറയുകയും ചെയ്തിരുന്നു. അത് വലിയ തരത്തിൽ പ്രചാരം നേടുകയും ചെയ്തു. ആ പത്രസമ്മേളനത്തിന് ശേഷം ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു. അത് മലപ്പുറം വേങ്ങരയിൽ നിന്നായിരുന്നു. അതായത് വേങ്ങര AR നഗറിൽ നിന്നായിരുന്നു. AR നഗറിൽ വേങ്ങര മണ്ഡലം TMC പ്രസിഡന്റ് അബ്ദുള്ള കള്ളിയത്തായിരുന്നു തൻ്റെ വീടും സ്ഥലവും PV അൻവറിന് നൽകാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ എടുക്കുകയും അത് പുറത്തു വരികയും ചെയ്തിരുന്നു. ഇപ്പോൾ നമ്മോടൊപ്പം മീഡിയ വണ്ണൊപ്പം വീഡിയോ ചെയ്ത അബ്ദുള്ള കള്ളിയത്ത് തന്നെ ചേരുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ വീഡിയോയിൽ കണ്ട വീടിന് മുന്നിൽ നിന്ന് ഏത് സാഹചര്യത്തിലാണ് അങ്ങനെ ഒരു വീഡിയോ ചെയ്തത്? സാഹചര്യത്തിൽ എന്ന് പറഞ്ഞാൽ UDFും LDFും ആണ് അവിടെ ഇപ്പോൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് മത്സരരംഗത്ത് വന്നിട്ടുള്ളത്. അവിടുത്തെ ജനങ്ങൾക്ക് അദ്ദേഹത്തെ വേണം. തൊഴിലാളി വർഗത്തിനും അതുപോലത്തെ പാവപ്പെട്ട കുടുംബങ്ങൾക്കും എല്ലാവർക്കും PV അൻവർ അവിടെ മത്സരിക്കണം എന്നുള്ള ആഗ്രഹം അവിടെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ആ പ്രകടിപ്പിച്ച സാഹചര്യത്തിൽ അദ്ദേഹത്തിന് പണം കയ്യിലില്ല, പണത്തിൻ്റെ ഇടയിലാണ് ഞാൻ മത്സരിക്കാൻ ഇറങ്ങുന്നത് എങ്കിൽ എൻ്റെ കയ്യിൽ പണമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പത്രസമ്മേളനം നടത്തി പറഞ്ഞപ്പോൾ അത് കേട്ട് എനിക്ക് അദ്ദേഹത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീടും സ്ഥലവും വിറ്റിട്ടായാലും ശരി അദ്ദേഹം അവിടെ മത്സരിക്കണം എന്നുള്ള ഒരു മനസ്സ് എൻ്റെ അടുത്തുനിന്ന് വന്നപ്പോൾ ഞാൻ വീഡിയോ ചെയ്ത് അത് പാർട്ടി ഘടകങ്ങൾക്ക് വിട്ടുകൊടുക്കുകയും പാർട്ടി ഘടകങ്ങൾ അത് കണ്ട് എനിക്ക് വിളിക്കുകയും ചെയ്തു. അത് ചെയ്ത അടിസ്ഥാനത്തിൽ ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത് അപ്പോൾ തോന്നിയ ഒരു വൈകാരികമായിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ തോന്നിയ വികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് പാർട്ടി എന്നോട് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ടെലിഫോൺ ചെയ്യുകയും അങ്ങനെ ഞാൻ അതിന് സമ്മതിക്കാതെ ഞാൻ ആ പറഞ്ഞ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അതായത് അൻവറിനെ സഹായിക്കുക എന്നുള്ളതാണ്. അൻവറിന് പണമില്ലാത്ത കാരണത്താൽ അവിടെ മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കാൻ പാടില്ല എന്നുള്ള ഒരു കാരണത്താൽ ഞാൻ അതിൽ ഉറച്ചു നിൽക്കുകയാണ്. പണം കൊടുത്തിട്ടെങ്കിലും അദ്ദേഹത്തെ മത്സരിപ്പിക്കണം എന്നുള്ള ഒരു ആഗ്രഹമാണ് എൻ്റെ അടുത്തുണ്ടായിരുന്നത്. അദ്ദേഹം ഇപ്പം മത്സരിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. തൃണമൂലിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് തന്നെ മത്സരിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഈ മത്സരിക്കുകയാണെങ്കിലും അത്തരത്തിലുള്ള എന്തെങ്കിലും സഹായം ചെയ്യുന്നുണ്ടോ? സഹായം ചെയ്യും. എന്നെക്കൊണ്ട് എന്താണോ ചെയ്യാൻ പറ്റുന്ന സഹായം അത് ഞാൻ ചെയ്തു കൊടുക്കുക. ഞാനൊരു രാഷ്ട്രീയ പൊതുപ്രവർത്തകനും കൂടിയാണ്. നാട്ടിലും അതേപോലെ വിദേശത്തെല്ലാം ഞാൻ പൊതുപ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ഇപ്പം ഒറ്റയ്ക്ക് നിൽക്കാന്ന് പറയുന്നത്, നേരത്തെ UDFിനൊപ്പം നിൽക്കുമ്പോൾ എന്നുള്ള ചർച്ചകളൊക്കെ നടന്നിരുന്നല്ലോ. അദ്ദേഹം UDFിനൊപ്പം നിൽക്കുകയാണെങ്കിലും അദ്ദേഹത്തിന് കൂടെ ഉണ്ടാവുമായിരുന്നു. ഉണ്ടാവും. അത് UDFിൻ്റെ ഒപ്പം ആണ് എന്നുണ്ടെങ്കിലും പാർട്ടിയെ UDFിൽ ഘടകകക്ഷിയായിട്ട് എടുക്കുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കേണ്ടി വരും. UDFിനനുസരിച്ച് പ്രവർത്തിക്കേണ്ടി വരും. ഇപ്പോൾ അദ്ദേഹം അവിടുത്തെ സ്ഥാനാർത്ഥിയെ പറ്റി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുന്നണിക്ക് പുറത്ത് നിന്നുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലാതെ മുന്നണിക്കകത്ത് നിന്നിട്ട് പറഞ്ഞിട്ടില്ല. അതായത് ഇപ്പം UDFിന് ഘടകകക്ഷി ആക്കാൻ വേണ്ടി ഒരുപാട് കാത്തിരുന്നു, നടന്നില്ല. UDF വാക്ക് പാലിച്ചില്ല എന്നാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. അതിനോട് എന്താണ് പ്രതികരണം?
അല്ല, അതിൻ്റെ തീരുമാനം പറയാൻ എനിക്ക് സാധ്യമല്ല. ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ UDF ചെയ്ത് തെറ്റായി പോയി തോന്നുന്നു. അത് അവർ ചെയ്ത് തെറ്റായിപ്പോയി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം സതീശൻ സാറ് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. കുറേ വാക്കുകൾ അൻവർ സാഹിബിന് അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. കൊടുത്തതിൽ നിന്ന് പിന്നെ എന്തോ കാരണവശാൽ കുഞ്ഞാലിക്കുട്ടി സാഹിബും അവരെല്ലാം ഇടപെട്ടിട്ടും സതീശൻ സാറ് എന്തുകൊണ്ട് വഴങ്ങുന്നില്ല എന്നുള്ള അണികൾക്കെല്ലാം ഒരു ആകാംക്ഷയുണ്ട്. ഇനിയിപ്പം അൻവർ TMCക്ക് വേണ്ടി അവിടെ മത്സരിക്കുകയാണെങ്കിൽ പ്രചരണത്തിന് വേണ്ടി നിലമ്പൂരിൽ പോകണം എന്നുണ്ട്. സജീവമായിട്ട് അവിടെ ഉണ്ടാവണം. TMC നിലമ്പൂർ മത്സരിക്കുകയാണെങ്കിൽ PV അൻവർ മത്സരിക്കുകയാണെങ്കിൽ വിജയസാധ്യത എങ്ങനെയുണ്ട്? വിജയസാധ്യതയുണ്ട്. കാരണം അവിടുത്തെ MLA ആണല്ലോ. അവിടുത്തെ നാട്ടുകാർക്കും അദ്ദേഹം വേണം, ഓട്ടോ തൊഴിലാളികൾക്ക് വേണം, കർഷക മേഖലയിലുള്ള ആളുകൾക്ക് വേണം, അവിടെയുള്ള ജനങ്ങൾക്ക് അദ്ദേഹം മത്സരിക്കണം എന്നുള്ളതാണ്. നേരത്തെ MLA ആയത് LDF അല്ലെങ്കിൽ ഒരു മുന്നണിയുടെ കൂടെ ആയിരുന്നല്ലോ, ഇതിപ്പോൾ ഒറ്റക്കാണ് മത്സരിക്കുന്നത്. അത് മുന്നണിയുടെ കൂടെയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ബലം കൊണ്ടാണ് അദ്ദേഹം അവിടെ ജയിച്ച് കയറിയിട്ടുള്ളത്. ഇതിൻ്റെ മുന്നേയും LDF അവിടെ മത്സരിച്ചിരുന്നല്ലോ, അന്ന് സീറ്റുകൾ പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇദ്ദേഹം 2 പ്രാവശ്യം അവിടെ മത്സരിച്ചു, 2 പ്രാവശ്യവും അദ്ദേഹം അവിടെ ജയിച്ച് കയറിയിട്ടുണ്ട്. അതായത് പിന്നെ ഇപ്പോൾ ഇനി അദ്ദേഹത്തിന് പണത്തിന് ആവശ്യം വരികയാണെങ്കിൽ ഈ പറഞ്ഞ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണല്ലേ? ഉറച്ചു നിൽക്കുക തന്നെയാണ്. അതിൽ പിന്മാറ്റമൊന്നുമില്ല. വാക്ക് മാറാൻ നമ്മളെ കൊണ്ട് കഴിയൂല. അതായത് വീടും സ്ഥലവും അദ്ദേഹത്തിന് വേണ്ടി വിൽക്കാൻ തയ്യാറാണ്. അങ്ങനെ തീരുമാനം, അതൊരു ഉറച്ച തീരുമാനമാണല്ലേ? തീരുമാനം തന്നെ. അതിപ്പം പാർട്ടി നേതൃത്വം പറഞ്ഞവരോട് പറഞ്ഞോ? അത് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അവർ ചെയ്യരുതെന്നും പറഞ്ഞിട്ടുണ്ട്. TMCയുടെ ഇവിടുത്തെ മണ്ഡലം പ്രസിഡന്റാണ് അല്ലേ? ഇവിടെ TMCയുടെ പ്രവർത്തനമൊക്കെ എങ്ങനെയാണ്? ഇവിടെ ഉഷാറായിട്ട് പോകുന്നുണ്ട് പ്രവർത്തനം. പക്ഷേ ഇനി ഞങ്ങൾ ഇലക്ഷൻ കഴിഞ്ഞിട്ട് പഞ്ചായത്ത് കമ്മിറ്റികളൊക്കെ രൂപീകരിക്കാനും വാർഡ് കമ്മിറ്റികളൊക്കെ രൂപീകരിക്കാനും ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം ജില്ലയിൽ TMC ഒന്ന് വിപുലപ്പെടുത്താനുള്ള തീരുമാനമാണല്ലോ? ജില്ലയിൽ വിപുലപ്പെടുത്തണം. കാരണം ഇപ്പം പാർട്ടി ഉണ്ടാക്കിയിട്ടിപ്പോൾ 4 മാസം ആയിട്ടേ ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് രാജിവെച്ച് നിലമ്പൂർ ഇലക്ഷൻ വന്നു. ഇനി അത് വരുമ്പോക്കിന് പഞ്ചായത്ത് ഇലക്ഷൻ വന്നു. അത് കഴിയുമ്പോക്കിന് നിയമസഭ വീണ്ടും വന്നു. അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് പ്രവർത്തന രംഗത്തേക്ക്. പാർട്ടി വിപുലീകരിക്കാനും അതിനൊക്കെ കുറച്ചൊരു ടൈം വേണം എന്നുള്ളതാണ്. എന്താ ചെയ്യുന്നത്? എന്താ ജോലി എന്താ ചെയ്യുന്നത്? ഞാൻ വിദേശത്ത് തന്നെയാണ്. ഈ പാർട്ടി പ്രവർത്തനങ്ങളൊക്കെ സജീവമായിട്ട് പങ്കെടുക്കുന്നു. ഓക്കെ. ഏതായാലും അദ്ദേഹം PV അൻവർ ആ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ അതിൽ വൈകാരികമായി കൊണ്ടാണ് ഈ തൻ്റെ വീടും സ്ഥലവും PV അൻവറിന് നൽകാൻ തയ്യാറാണെങ്കിൽ വിൽക്കാൻ അതിൻ്റെ പണം PV അൻവറിന് മത്സരിക്കാൻ നൽകാൻ തയ്യാറാണെന്ന് അദ്ദേഹം പറഞ്ഞത്. ഏതായാലും ആ പറഞ്ഞ കാര്യത്തിൽ ഇപ്പോഴും അദ്ദേഹം ഉറച്ച് നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. പാർട്ടിയുടെ നേതാക്കന്മാരൊക്കെ അത് ചെയ്യരുത് എന്ന് പറഞ്ഞെങ്കിൽ പോലും ആ പാർട്ടിയോടുള്ള PV അൻവറിനോടുള്ള സ്നേഹം കൊണ്ട് അദ്ദേഹം ഇപ്പോഴും ആ വാക്കിൽ ഉറച്ചു നിൽക്കുന്നത് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1 മലപ്പുറം.